നമസ്കാരം. അടുത്ത കാലത്ത് പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ബന്ധുക്കളെ അറിയിക്കാൻ ദുബൈയിൽ നടന്ന ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് അത്. ബുർജ് ഖലീഫയുടെ മുകളില് ആണോ പെണ്ണോ എന്ന് എഴുതി കാണിക്കാൻ ചെലവ് $1,00,000 അതായത് ഏകദേശം 70 ലക്ഷത്തിലധികം രൂപ. വിശ്വാസം വരാത്തത് കൊണ്ട് ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. സംഗതി വാസ്തവമാണ്. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് സ്കാനിങ്ങിലൂടെ ഡോക്ടർ അറിയുന്നു. അത് ആരോടും പറയാതെ ബുർജ് ഖലീഫയുടെ അധികൃതർക്ക് കൈമാറുന്നു. ഗർഭിണിയായ ഭാര്യയും ഭർത്താവും അവരുടെ വീട്ടുകാരും ഒക്കെ കാത്തു നിൽക്കുന്ന സമയത്ത് ബുർജ് ഖലീഫയുടെ ചുമരിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആരംഭിക്കുന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഇറ്റ്സ് എ ബോയ് എന്ന് എഴുതി കാണിക്കുന്നതോടുകൂടി ആ സസ്പെൻസ് വെളിപ്പെട്ടതിന്റെ ആഹ്ലാദത്തിൽ അവർ ആഘോഷിക്കുന്നു. ചെലവ് $1,00,000. ഇത് കണ്ടപ്പോ കേട്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇനി മറ്റൊരു സംഭവം പറയാം. ഇതും നടന്നത് ദുബൈയിലാണത്രേ. നവംബർ 16 ഒരു കോടീശ്വരൻ പാം ജുമേരയിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ബില്ല് ആണ് ഇത്. 10,14,973 ദിർഹംസ്, അതായത് ഏകദേശം 2,03,00,000 രൂപ. ഇനി മറ്റൊന്ന് പറയാം. കോവിഡ് കാലത്ത് ലോകത്തുള്ളവർ മുഴുവൻ തുണി കൊണ്ടുള്ള മാസ്കും ധരിച്ച് നടക്കുന്ന സമയത്ത് സ്വർണ്ണാഭിഷേകയായ ഒരു പെണ്ണിന്റെ മാസ്ക് കൂടി കാണാം നമുക്ക്. ഇത്രയുമൊക്കെ കണ്ടപ്പോ മനസ്സിൽ വല്ലാത്തൊരു പുച്ഛം തോന്നുന്നില്ലേ? ഈ വൃത്തികെട്ട ലോകത്ത് ജനിക്കേണ്ടി വന്നല്ലോ എന്ന് തോന്നുന്നില്ലേ? ഈ ധാരാളത്വത്തിനെ നാം എന്ത് പേരിട്ടാണ് വിളിക്കുക? ആർഭാടമെന്നോ, അഹങ്കാരമെന്നോ, അതോ അന്യായമെന്നോ? ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതാണ്. ഈ വൃത്തികെട്ട ധൂർത്ത് ലോകം മുഴുവൻ പരന്ന് കിടക്കുന്നതാണ്. അമേരിക്കയിലെ ലാസ് വേഗാസില് ഡേവിഡ് കോപ്പർഫീൽഡിനെ കാണാൻ പോകുന്ന സമയത്ത് അവിടുത്തെ വമ്പൻ കാസിനോകളിൽ പണക്കാർ കാട്ടിക്കൂട്ടുന്ന ധൂർത്ത് കണ്ടാൽ നമ്മൾ പകച്ചുപോകും. ഹോട്ടലുകളിൽ നിന്നും വലിയ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോയി കടൽക്കരയിൽ കുഴിച്ചു മൂടുന്ന ഭക്ഷണത്തിനും ഒരു പരിധിയുമില്ല. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാലോ? അഹങ്കാരികളായ പണക്കാർ അവരുടെ പ്രൗഢി കാണിക്കുന്നത് മക്കളുടെ കല്യാണത്തിനുള്ള പാർട്ടികളിലും ചടങ്ങുകളിലുമാണ്. അനാവശ്യമായി കെട്ടിപ്പൊക്കുന്ന കൊട്ടാര സദൃശമായ വീടുകളിലാണ്. കോടിക്കണക്കിന് വിലയുള്ള കാറുകളിലാണ്. കാറിന് ഫാൻസി നമ്പർ കിട്ടാൻ വരെ ലക്ഷങ്ങൾ വാരിയെറിയുന്ന ആളുകളോടൊക്കെ നമ്മൾ എന്താണ് പറയുക? ഇത്രയൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ചിലരുടെയെങ്കിലും മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ടാവും. അത് അവരുടെ പണമല്ലേ, അത് എങ്ങനെയൊക്കെ ചെലവാക്കണം എന്നത് അവരുടെ ഇഷ്ടമല്ലേ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം ഇതാണ്. അത് അവരുടെ മാത്രം പ്രശ്നമല്ല. ഇവർ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുന്ന സാമൂഹിക ദ്രോഹം കൂടിയാണ് ഇത്. ധൂർത്തുകൊണ്ടുള്ള ഒരു സാമൂഹിക ദോഷം പറയാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കഥ പറയുന്നതാവും നല്ലതല്ലേ? ലവോത്സവിന്റെ കാലത്തുള്ള ഒരു കഥയാണ് ഇത്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഒരു ജഡ്ജിയായിട്ട് നിയമിക്കപ്പെട്ടു. ആദ്യമായിട്ട് അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്ന ഒരു കേസ് ഒരു മോഷ്ടാവിനെ കുറിച്ചുള്ളതായിരുന്നു. വാദിയായ കോടീശ്വരന്റെ പണം മോഷ്ടിച്ചത് താൻ തന്നെയാണ് എന്ന് മോഷ്ടാവ് സമ്മതിച്ചിരുന്നു. തൊണ്ടി മുതൽ കണ്ടെടുത്തിരുന്നു. എന്നാൽ ജഡ്ജിയുടെ വിധി എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. മോഷ്ടാവിന് 6 മാസത്തെ തടവ് ശിക്ഷ. പക്ഷേ കോടീശ്വരന് അയാളുടെ സമ്പത്തിന്റെ പകുതി ഭാഗം പിഴ ചുമത്തിക്കൊണ്ട് ആയിരുന്നു കോടതിയുടെ വിധി. കോടീശ്വരൻ ചോദിച്ചു, എന്ത് അസംബന്ധമാണിത്? ജഡ്ജി തിരിച്ചു ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം മറ്റുള്ളവരെ കാണിക്കാനായി കാട്ടിക്കൂട്ടുന്ന ധൂർത്തിന് പിന്നെ എന്ത് ശിക്ഷയാണ് തരേണ്ടത്? ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ദരിദ്രരായിരിക്കുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പട്ടിണി കിടക്കുമ്പോൾ, മേൽക്കൂര പോലുമില്ലാതെ കുടിലുകളിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ സമ്പത്ത് കുന്നുകൂട്ടുകയും അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ആർഭാടം അഴിച്ചുവിടുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് ഈ ഗ്രാമത്തിൽ മോഷ്ടാക്കളെ സൃഷ്ടിക്കുക കൂടിയാണ്. ദുഃഖിതരെ വാർത്തെടുക്കുകയാണ്. അനീതിയും അക്രമവും അഴിച്ചുവിടുകയാണ്. ആ മോഷ്ടാവ് മോഷ്ടിച്ചതുപോലും അയാൾക്ക് വേണ്ടിയായിരുന്നില്ല, പട്ടിണി പാവങ്ങൾക്ക് വിതരണം ചെയ്യാനായിരുന്നു. ഇനി അതുമാത്രമല്ല, നിങ്ങളിൽ നിന്നും ശിക്ഷയായി പിടിച്ചെടുക്കുന്ന പണം പോലും പാവങ്ങൾക്ക് വിതരണം ചെയ്യാനായി ഈ കോടതി ഉത്തരവിടുന്നു. ഇതാണ് കഥ. ആ ഗ്രാമം ഇന്ന് നമ്മുടെ മുഴുവൻ ലോകമാണ്. അമിതമായി ധനം കുന്നുകൂട്ടി വച്ചിരിക്കുന്ന ഏതാനും ശതകോടീശ്വരന്മാരും പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത, ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ശതകോടി ദരിദ്രന്മാരും നിറഞ്ഞതാണ് ഈ ലോകം. അതുകൊണ്ടാണ് ഈ ലോകത്ത് അക്രമവും അസൂയവും മത്സരങ്ങളും ആത്മഹത്യകളും ഒക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. മുമ്പും നമ്മളിങ്ങനെ വികാരഭരിതമായി പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞാലും പരിഹാരമാവില്ലെന്നും അറിയാം. എങ്കിലും
നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അപ്പോ നന്ദി, നമസ്കാരം.